എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാർത്തയാണ് ഇപ്പോൾ പി സി ജോർജുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് പി സി ജോർജിന് ജാമ്യം ലഭിച്ചത്. നമുക്കറിയാം, മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പി സി ജോർജ് പോലീസിന് മുന്നിൽ ഹാജരാകുന്നത്. അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു, മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കി. അതിനുശേഷം വിശദമായ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി. അപ്പോൾ വൈദ്യ പരിശോധനയിൽ പി സിക്ക് ECG വേരിയേഷൻ കണ്ടു, പ്രഷർ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ വിശദമായ ചെക്കപ്പ് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിശദമായ ചികിത്സ ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു പി സി ജോർജ് തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ. അപ്പോൾ വെള്ളിയാഴ്ചയാണ് ജാമ്യം ലഭിച്ചത്. അപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് ശേഷം പി സി ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു. അപ്പോൾ പി സി ജോർജ് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് അർത്ഥശങ്കയ്ക്ക് ഇടയാക്കാതെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ ഈ ജിഹാദി എക്കോസിസ്റ്റത്തിനെതിരെയുള്ള പോരാട്ടം തുടരും, ഒരു കാരണവശാലും നിർത്തിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് പി സി ജോർജിൻ്റെ ആ ഒരു സ്വഭാവം വെച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവം വെച്ചിട്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള ജിഹാദി എലമെൻസിനെതിരെ തലകുനിക്കുന്ന സ്വഭാവമില്ല. അപ്പോൾ അദ്ദേഹം തുറന്ന പോരിലേക്ക് തന്നെയാണ്, അതായത് നിയമത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഈ ജിഹാദി എക്കോസിസ്റ്റത്തിനെതിരെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ, ഇപ്പോൾ പുറത്തു വരുന്നില്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ പുറത്തു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആരാണ് പി സി ജോർജിനെതിരെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്? പി സി ജോർജിനെതിരെ ഒരു മാധ്യമ അജണ്ടയുണ്ട്. അതായത് കുറച്ച് ദിവസം മുന്നേ ജനൻ ടി വിയിൽ നടന്ന ഒരു ചർച്ചയുടെ പേരിലാണ് മുസ്ലിം ലീഗിൻ്റെ CK ഷാക്കിർ എന്ന് പറയുന്ന ഒരാൾ പി സി ജോർജിനെ പരാതിപ്പെടുന്നു. അതായത് പി സി ജോർജ് ചാനൽ ചർച്ചയിൽ എന്താ പറഞ്ഞത്? മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, അവർ പാകിസ്ഥാനിലേക്ക് പോകണം എന്നൊക്കെ തരത്തിലാണ് പി സി ജോർജ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ പാലക്കാട് തൃത്താലയിൽ ഉറൂസുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ ഇൻ്റർനാഷണൽ തീവ്രവാദികളായ ഹമാസിൻ്റെ തീവ്രവാദികളെ ആനപ്പുറത്തേക്ക് ഇവർ എഴുന്നള്ളിച്ചില്ലേ. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി. അപ്പോൾ അവരൊക്കെയാണ് ഈ പി സി ജോർജിന്, അതായത് അതൊക്കെ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിലാണ് പി സി ജോർജിനെ പി സി ജോർജിനെ കേസ് കൊടുക്കുകയും ജയിലാക്കുകയും ചെയ്തത്. അപ്പോൾ ഇവരെന്താ ധരിച്ചിരിക്കുന്നത്? അതായത് പി സി ജോർജ് വെറുതെ ഇരിക്കുമോ, മിണ്ടാതിരിക്കുമോ? ഇപ്പം മൊത്തം പിക്ചർ മാറി. അപ്പോൾ പി സി ജോർജ് ഒരു പുതിയ നടപടിയിലേക്ക് കടക്കാൻ പോവുകയാണ്. മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ നിരോധിക്കാൻ വേണ്ടി പി സി ജോർജ് കോടതിയിലേക്കും ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്തേക്കും പോകുകയാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ക്രിസ്ത്യൻ സമൂഹം മൊത്തം ഒന്നടങ്കം ഉണ്ട് എന്നാണ്, പി സിക്ക് സപ്പോർട്ടായിട്ട് ക്രിസ്ത്യൻ സമൂഹം ഒന്നടങ്കം ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. അപ്പോൾ ഇതിന് ആസ്പദമായ സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ കേരളത്തിൽ അടുത്തിടെ ഈ ഒന്ന് രണ്ട് വർഷക്കാലമല്ല, ഒരുപാട് കാലമായി ഈ പിണറായി വിജയൻ ഭരണത്തിലേറിയതിന് ശേഷം അമിതമായിട്ട് ഈ ന്യൂനപക്ഷം എന്ന് പറയുന്ന കേരളത്തിലെ പുതിയ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, മുമ്പൊക്കെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹമൊക്കെ ചേർന്ന ഒരു ഇതായിരുന്നു. പക്ഷേ ഇപ്പം ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹം മാത്രമായി. അപ്പോൾ പിണറായി വിജയൻ അധികാരത്തിലേറിയതിന് ശേഷം അമിതമായ ഈ സംഘടനയെ ഇത്ര ആൾക്കാരെ പ്രീതിപ്പെടുത്താനും അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഭരണമാണെന്ന തരത്തിലുള്ള ഒരു പ്രതീതി സാധാരണക്കാർ, മറ്റ് സമുദായക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ അങ്ങനത്തെ ഒരു വികാരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മുനമ്പം വിഷയം വന്നപ്പോൾ ഇരു പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് ഈ മുസ്ലിം ലീഗും മറ്റേ ഈ വഖഫിന് വേണ്ടിയിട്ട് വാദിച്ചു. രണ്ടാളും എന്താ വാദിച്ചത്? അതായത് പിണറായി വിജയൻ, കമ്മ്യൂണിസ്റ്റ് നയിക്കുന്ന ഇടതും കോൺഗ്രസ് നയിക്കുന്ന വലതും UDF ഒക്കെ എല്ലാവരും വഖഫിന് വേണ്ടിയാണ് വാദിച്ചത്. ആരെങ്കിലും ഈ മുനമ്പം ജനങ്ങൾക്ക് വേണ്ടി വാദിച്ചോ? അത് വാദിച്ചത് ഇവിടുത്തെ BJP മാത്രമാണ്. BJP എന്ന് പറഞ്ഞിട്ട് BJPക്കാർ മാത്രമാണ് ഈ മുനമ്പത്തെ ജനങ്ങളോടൊപ്പം നിന്നത്. ഈ ബില്ല് പാസ്സായില്ലെങ്കിൽ ഇവരൊക്കെ അവിടുന്ന് കിടപ്പാടം കൊണ്ട് ഇറങ്ങേണ്ടി വരും. കൂടും കുടുക്കി ഇടയ്ക്കെടുത്ത് മുനമ്പത്തിന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന നിയമമാണ്. അതായത് ഇപ്പോൾ പാർലമെൻറ്റ് ഓഫീഷ്യലി ഇപ്പോൾ അടുത്ത് തന്നെ പാസ്സാക്കും തന്നെ. അപ്പോൾ അത് ഏകദേശം അതിൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് അവർക്കൊരു ശ്വാസം വീണത്, അവർക്കൊരു ആശ്വാസം വീണത് അവിടുത്തെ ജനങ്ങൾക്ക്. അപ്പോൾ അവർക്ക് മനസ്സിലായി ആരാണ് അവരുടെ കൂടെ നിന്നത്. അതായത് ഇത്തരത്തിലുള്ള, അതായത് സ്വന്തം കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ ആരാണ് ഇവിടെ കൂടെ നിന്നെന്ന് ശരിക്കും അവർക്ക് മനസ്സിലായി. അത് BJP ആണ്. അപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ഒന്നടങ്കം, അതായത് എറണാകുളത്തെ ഈ മുനമ്പത്തേക്ക് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തെയാണ്. അത് മൊത്തം ഈ വഖഫിൻ്റെ വിഷയം തന്നെ മൊത്തം കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ ഒരു BJP അനുകൂല ഒരു തരംഗം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഇവരുടെ രക്ഷയ്ക്കിനി BJP മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു തോന്നൽ അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അവർ തെറ്റ് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലാണ് ഇവിടെ കോൺഗ്രസിനും CPM-ൻ്റെയും പ്രീണനം, അതായത് ഇസ്ലാമിക പ്രീണനം നടത്താൻ ഈ രണ്ട് പാർട്ടികളും മെനക്കെട്ട് മത്സരമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുകയാണ് പി സി ജോർജിൻ്റെ വിഷയം കടന്നു വരുന്നതും. അതായത് പി സി ജോർജ് ഈ മുസ്ലിം ലീഗിനെ ഒരു വർഗീയ പാർട്ടി എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് പോലീസ് ഇപ്പോൾ ജയിലിലടച്ചത്.
അപ്പോൾ എന്താ പറയുക, ഇവർക്ക് ഹമാസിനെ പിന്തുണക്കാം. അതായത് ഹമാസിന് വേണ്ടിയിട്ട് ഇവിടെ പരസ്യമായിട്ട് റാലികൾ സംഘടിപ്പിക്കാം, ഹമാസ് നേതാക്കന്മാരെ ഇവിടെ വീഡിയോ കോൺഫറൻസിൽ കൊണ്ടുവരാം. അതിനൊന്നും ഒരു തെറ്റുമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ പി സി ജോർജ് അതൊക്കെ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിലാണ് ഇതായത്. അപ്പോൾ ശരിക്കും എന്താ പറയുക, ഈ ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ വലിയൊരു, അതായത് മുസ്ലിം ലീഗിനെതിരെ ഒരു വലിയൊരു വികാരം ഉടലെടുത്തിട്ടുണ്ട്. അപ്പോൾ പി സി ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്തും കേന്ദ്ര സർക്കാരിൻ്റെ അടുത്തും ഇത് ഉപയോഗിച്ച് കോടതിയിലേക്കൊക്കെ പോകാൻ പോവാണ്. അതായത് ഇവരുടെ പാർട്ടിയുടെ എന്താ പറയുക രജിസ്ട്രേഷൻ തന്നെ റദ്ദ് ചെയ്യാനുള്ള നിയമമുണ്ട്. അതായത് എന്ന് വെച്ചാൽ ഒരു ഇന്ത്യയിലൊരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അണ്ടർ രജിസ്റ്റർ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, അതായത് മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ അങ്ങനത്തെ പേരുപയോഗിച്ചിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പാടില്ല. മുസ്ലിം ലീഗ് എന്താ ചെയ്യുന്നത്, മുസ്ലിം സമുദായത്തെ ആ മതത്തിൻ്റെ പേരിലാണ് ആ പാർട്ടി തന്നെ നിലനിൽക്കുന്നത്. എന്നിട്ട് എന്താ പറയുക, അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. എന്നിട്ട് അവർ പറയുകയാണ് അവർ മതേതര പാർട്ടിയാണ്. അപ്പോൾ പി സി ജോർജ് കോടതിയിൽ ജാമ്യത്തിൻ്റെ ആ സമയത്ത് ഒരു ചർച്ച വന്നിരുന്നു. അതായത് ഇവർ പറയുന്നത് മതേതര പാർട്ടിയാണെന്ന്, മുസ്ലിം ലീഗ് പറയുന്നത് മതേതര പാർട്ടിയാണെന്ന്. പക്ഷേ അവർ മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കെ എം ഷാജിയൊക്കെ പറഞ്ഞിട്ടില്ലേ, മതമാണ് പ്രശ്നം, ഞങ്ങളുടെ വിഷയം മതമാണ്, ഞങ്ങളുടെ വിഷയം മതം മാത്രമാണെന്ന് കെ എം ഷാജി അടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ എന്നിട്ട് പറയുന്നത് എന്താ പറയുക, ഇവർ മതേതര പാർട്ടിയാണ്. എങ്ങനെ പറയും, അതായത് മുസ്ലിം മതത്തിൻ്റെ പേരിൽ അവർ വോട്ട് പിടിക്കുകയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം അവർ പറയുന്നു അവർ മതേതര പാർട്ടിയാണെന്ന്. അതായത് ഈ പാർട്ടിയെ നിരോധിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്തേക്കും കോടതിയുടെ അടുത്തേക്കും പി സി പോവുകയാണ്. അതിന് സപ്പോർട്ടായിട്ട് എന്താ പറയുക, കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ഒന്നടങ്കം പി സിക്ക് പിന്നിൽ അണിനിരക്കും എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വരുന്നത്. അതൊക്കെ മുൻനിർത്തിയാണ് ജാമ്യം കിട്ടിയ ഉടനെ തന്നെ ജാമ്യം കിട്ടി പുറത്തിറങ്ങി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് പി സി പറഞ്ഞതില്ലേ, അതായത് ഇത്തരം ജിഹാദി ശക്തികൾക്കെതിരെ, ജിഹാദി ഔട്ട്ഫിറ്റുകൾക്കെതിരെ ഞാൻ പോരാടും, എന്താ പറയണ്ടേ, എൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും, ഞാൻ വെറുതെ ഇരിക്കില്ല, ആരോഗ്യപരമായി എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ വെറുതെ ഇരിക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ് പി സി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, മുസ്ലിം ലീഗിൻ്റെ കാര്യം കട്ട പുകയാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇലക്ഷൻ കമ്മീഷൻ അണ്ടറിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ, കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ പാർട്ടിയെ നിരോധിക്കും, ഈ പാർട്ടിയെ ബാൻ ചെയ്യാനുള്ള സാധ്യത നമുക്കെന്താ പറയുക സാധ്യതയുണ്ട്. അതായത് കോടതിൻ്റെ ഒരു നിയമം തന്നെയുണ്ട്. അതായത് ഇന്ത്യയിലെ ഭരണഘടന പ്രകാരം മതത്തിൻ്റെ പേരോ ജാതിയുടെ പേരിലോ അങ്ങനത്തെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ഉണ്ടാവാൻ പാടില്ല. അവരൊന്നും എന്താ പറയണ്ടേ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അണ്ടറിൽ രജിസ്ട്രേഷൻ കിട്ടാൻ പാടില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു നിയമമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കുകയും എന്താ പറയുക നാടിനെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നതിലെ ഒരു കാര്യമാണ് പി സി മുന്നോട്ട് വെക്കുന്നത്. വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിൽ എന്താ പറയുക, കേരളത്തിൽ ഇത്ര നാളും ഒരു മാധ്യമ അജണ്ട ഉണ്ടായിരുന്നു. അതായത് ഇവർക്ക് തീവ്രവാദ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കാം. അതായത് ഇൻ്റർനാഷണൽ തീവ്രവാദികളായ ഹമാസിനെയും ഹൂത്തികളെയും ഒക്കെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചിട്ട് എന്താ പറയുക ഇവിടെ കൊണ്ടു നടക്കാം. എന്നിട്ട് എന്താ പറയണ്ടത്, അവർ പറയുന്നത് എന്താ പറയുക വർഗീയ പാർട്ടിയല്ല മതേതര പാർട്ടിയാണെന്ന് ചാനൽ ചർച്ചയിലേക്ക് വന്ന് പറയും. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇവർക്കൊക്കെ വെള്ളപൂശാൻ വേണ്ടി, ഇവരുടെ നേതാക്കന്മാരൊക്കെ വെള്ളപൂശാൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങളും തയ്യാറാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനിവിടെ ചിലവാകില്ല. പി സി ഈ മുസ്ലിം ലീഗിൻ്റെ മുഖംമൂടി വലിച്ച് കീറുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈ വഖഫിൻ്റെ വിഷയത്തിൽ തന്നെ അവർക്ക് ശരിക്കും പെട്ടിരിക്കുകയാണ്. അവരുടെ മുഖംമൂടി അഴിഞ്ഞിരിക്കുകയാണ് കേരള സമൂഹത്തിൻ്റെ മുന്നിൽ. അതായത് ഇത്ര നാളും പുട്ടിയടിച്ചുകൊണ്ടിരുന്ന സാധനം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു മഴ വന്നപ്പോൾ എല്ലാം ഒലിച്ചു പോയിട്ട് അവരുടെ യഥാർത്ഥ മുഖം കാണുന്ന ഒരു അവസ്ഥയിലേക്കായി കാര്യങ്ങൾ. അപ്പോൾ അത് കൂടുതൽ വികൃതമാക്കാൻ തന്നെയാണ്. അതായത് അവരുടെ യഥാർത്ഥ മുഖം ഇപ്പം തന്നെ കേരള സമൂഹം എല്ലാം കണ്ടില്ല, കുറച്ച് മാത്രമേ കണ്ടുള്ളൂ. അത് യഥാർത്ഥ മുഖം, ആ വികൃത മുഖം വലിച്ചു കീറി കാണിക്കാൻ സമൂഹ മധ്യത്തിൽ എക്സ്പോസ് ചെയ്യാൻ തന്നെയാണ് പി സിയുടെ തീരുമാനം. അപ്പോൾ പി സി ചെല്ലുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്തേക്കും കോടതിയിലേക്കും തന്നെയാണ് ഈ പാർട്ടിയെ നിരോധിക്കാൻ. അതായത് തന്നെ ജയിലിലടച്ച് അവർ വെറുതെ വിടാൻ പി സി ഉദ്ദേശിക്കുന്നില്ല. എന്ത് തന്നെ ആയാലും ഇത് നല്ലൊരു മൂവ്മെൻറ്റാണ്. കേരളത്തിൽ ഇതുവരെ ആരും എന്താ പറയേണ്ടത് ഇതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്തില്ല, ഒരു പാർട്ടിയും ഒരു സംഘടനയും ഇനീഷ്യേറ്റീവ് എടുത്തില്ല. അപ്പോൾ ഇത് പി സിയുടെ ഭാഗത്ത് നിന്ന് എന്താ പറയേണ്ടത്, ക്രിസ്ത്യൻ സമൂഹത്തിന് പി സിക്ക് നല്ലൊരു സപ്പോർട്ടുണ്ട്. അതായത് ഒരു 90% ആൾക്കാരും പി സിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള വീട് ഭയങ്കര മതേതരം പറഞ്ഞ് നടക്കുകയും പക്ഷേ മതത്തിൻ്റെ പേരിൽ വോട്ട് പിടിക്കുകയും പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ ഇവിടെ എന്താ പറയുക അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തിൽ, അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മുൻപ് തന്നെ അറിയില്ല, മുൻപ് തന്നെ അവർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ള രീതിയിലാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഒന്ന് നോക്കിക്കേ, എത്ര കുടുംബങ്ങളുണ്ട് അവിടെ. ഒടുവിൽ നരേന്ദ്രമോദി വരേണ്ടി വന്നോ, അവരെ രക്ഷിക്കാൻ നരേന്ദ്രമോദി വരേണ്ടി വന്നോ. അപ്പോൾ അവർക്ക് മനസ്സിലായി ആരാ അവർക്ക് രക്ഷ നൽകുന്നത്. അതായത് ഭാവിയിലും എന്താ പറയുക അവരെ രക്ഷിക്കാൻ പോകുന്നത് ആരാണ്, അവർക്ക് ആശ്രയം ആരാണെന്ന് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം നന്നായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ഇവർ പി സി ജോർജിന് പിന്നിൽ അണിനിരക്കാൻ പോകുന്നത്. അപ്പോൾ വലിയൊരു എന്താ വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ്. ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ശരിക്കും നിരോധിക്കേണ്ടത് തന്നെയാണ്. അതായത് മതത്തിൻ്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കുകയും ഇവിടെ എന്താ പറയുക കേരളത്തിലെ ഭരണത്തിൻ്റെ സുപ്രധാന കാര്യങ്ങൾ ചെല്ലുകയും എന്നിട്ട് അവിടെ മതം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് മതം പ്രചരിപ്പിക്കാൻ വേണ്ടി അവരെന്താ പറയുക എല്ലാ സമസ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട്
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭരണം കിട്ടുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വകുപ്പുകൾ പിടിച്ചെടുക്കുന്നു. അവിടെ എന്താ പറയുക ഇസ്ലാമികവൽക്കരണം നടത്തുന്നു. ഇതെല്ലാം ഇവർ ചെയ്യുന്നത് കേരളത്തിൽ. അപ്പോൾ അതിന് നടക്കില്ല. ഇവന്മാരുടെ പരിപ്പളക്കം ഇവന്മാരുടെ കട പൂട്ടാൻ തന്നെയാണ് PC ജോർജിൻ്റെ എന്താ പറയുക തീരുമാനം. അപ്പോൾ അതിന് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് പിന്തുണ കൂടി ഉണ്ട്. എന്ത് തന്നെയാലും കുറച്ച് 1-2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലൊരു തീരുമാനം ഉണ്ടാകും. എന്താ നമുക്ക് അതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.